ന്യൂസിലാൻഡിനെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് ഇന്ത്യൻ ടീം. 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലാണ് ഇനി ഇന്ത്യയുടെ പ്രതീക്ഷ. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി തിരിച്ചു വരുന്നതിന്റെ ആവേശമാണ് ആരാധകർക്കുള്ളത്. ന്യൂസിലാൻഡിനെതിരെ സഞ്ജുവിന്റെ പ്രകടനം നിർണായകമായി മാറുമെന്ന് ഉറപ്പാണ്. എന്നാൽ ന്യൂസിലാൻഡ് ബോളർമാർക്കിടയിൽ സഞ്ജുവിന് ഭീഷണിയാകുന്ന ഒരു താരമുണ്ട്. ആ താരത്തെക്കുറിച്ചും മറ്റു താരങ്ങൾക്കെതിരെയുള്ള സഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ചും വിശദമായി പറയാം. അന്താരാഷ്ട്ര കരിയറിൽ 2 T20 മത്സരങ്ങളും ഒരു ഏകദിന മത്സരവുമാണ് സഞ്ജു ന്യൂസിലാൻഡിനെതിരെ കളിച്ചിട്ടുള്ളത്. T20യിൽ ആകെ 10 റൺസ് മാത്രമാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ഈ 2 മത്സരങ്ങളും നടന്നത് ന്യൂസിലാൻഡിലാണ്. 5 പന്തിൽ 8, 5 പന്തിൽ 2 എന്നിങ്ങനെയാണ് കിവികൾക്കെതിരെയുള്ള സഞ്ജുവിന്റെ T20 സ്കോർ. ഒരു ഏകദിന മത്സരവും സഞ്ജു ന്യൂസിലാൻഡിനെതിരെ കളിച്ചിട്ടുണ്ട്. 38 പന്തിൽ 36 റൺസ് നേടിയ സഞ്ജുവിനെ ആദം മിൽനെയാണ് പുറത്താക്കിയത്. T20 ഏകദിനം, IPL, ചാമ്പ്യൻസ് ലീഗ് T20 തുടങ്ങി വിവിധ മത്സരങ്ങളിലായി നിരവധി ന്യൂസിലാൻഡ് ബോളർമാരെ സഞ്ജു നേരിട്ടിട്ടുണ്ട്. ഇതിൽ മിച്ചൽ സാന്റ്നർ, കെയ്ൽ ജാമീസൺ, മാറ്റ് ഹെൻറി, ജെയിംസ് നീഷം തുടങ്ങിയ ബോളർമാരാണ് ഇനി നടക്കാനിരിക്കുന്ന T20 പരമ്പരക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മാറ്റ് ഹെൻറിയെ ഏകദിനത്തിൽ മാത്രമേ സഞ്ജു നേരിട്ടിട്ടുള്ളൂ. വരുന്ന T20 പരമ്പരയിൽ സഞ്ജുവിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ബോളർ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറാണ്. സാന്റ്നറിനെ IPLലും ഏകദിനത്തിലുമാണ് സഞ്ജു നേരിട്ടിട്ടുള്ളത്. IPLൽ 2 തവണ മിച്ചൽ സാന്റ്നറും സഞ്ജുവും നേർക്കുനേർ വന്നു. ഈ 2 മത്സരങ്ങളിലും സഞ്ജുവിനെ വീഴ്ത്തിയത് സാന്റ്നറാണ്. മാത്രമല്ല, സാന്റ്നറിനെതിരെ 7 പന്തുകൾ നേരിട്ട് ആകെ 1 റൺസ് മാത്രം നേടാനേ സഞ്ജുവിന് സാധിച്ചിട്ടുള്ളൂ. ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിരുന്ന മിച്ചൽ സാന്റ്നർ ഒരു മത്സരത്തിൽ തന്റെ 2ാം പന്തിൽ തന്നെ സഞ്ജുവിനെ പുറത്താക്കി. 2022ൽ നടന്ന മത്സരത്തിൽ 5 പന്തുകളിൽ നിന്ന് 1 റൺസ് മാത്രമാണ് സഞ്ജു നേടിയത്. മിച്ചൽ സാന്റ്നറിനെതിരെ സഞ്ജു ശരിക്കും വിറച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, സാന്റ്നറിനെതിരെ റൺസ് സ്കോർ ചെയ്യാനും സഞ്ജുവിന് സാധിച്ചില്ല. സ്ട്രൈക്ക് റേറ്റ് വെറും 14.28 മിച്ചൽ സാന്റ്നറിനെ ഏകദിനത്തിൽ നേരിട്ടപ്പോൾ സഞ്ജു 11 പന്തിൽ 9 റൺസാണ് സ്കോർ ചെയ്തത്. ചുരുക്കത്തിൽ ന്യൂസിലാൻഡ് ബോളർമാരിൽ മിച്ചൽ സാന്റ്നറിനെയാണ് സഞ്ജു ഭയക്കേണ്ടത്. ഇന്ത്യയിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് സാന്റ്നർ. IPLൽ കെയ്ൽ ജാമീസിനെതിരെ 4 പന്തുകളിൽ നിന്ന് 2 റൺസാണ് സഞ്ജു സ്കോർ ചെയ്തിട്ടുള്ളത്. സഞ്ജുവിനെ പുറത്താക്കാൻ ജാമീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാറ്റ് ഹെൻറിക്കെതിരെ ഏകദിനത്തിൽ 3 പന്തിൽ 2 റൺസ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. ന്യൂസിലാൻഡ് T20 ടീമിലുള്ള ജെയിംസ് നീഷമും സഞ്ജു സാംസണും 3 ഇന്നിംഗ്സുകളിലാണ് നേർക്കുനേർ വന്നത്. 2 തവണ സഞ്ജുവിനെ നീഷം വീഴ്ത്തി. 2013 ചാമ്പ്യൻസ് ലീഗ് T20യിൽ സഞ്ജുവിനെതിരെ നീഷം എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ മലയാളി താരം ക്ലീൻ ബൗൾഡായി. 2020ൽ നേർക്കുനേർ വന്നപ്പോൾ സഞ്ജു നീഷമിനെ തൂക്കിയടിച്ചു. 9 പന്തിൽ 2 ഫോറുകളും 1 സിക്സും സഹിതം 20 റൺസാണ് സഞ്ജു നേടിയത്. എന്നാൽ 2021ൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ തന്റെ ആദ്യ പന്തിൽ തന്നെ സഞ്ജുവിനെ പുറത്താക്കാൻ ന്യൂസിലാൻഡ് സീനിയർ താരത്തിന് സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ, സഞ്ജുവിന് ഏറ്റവും അധികം ഭീഷണിയാകാൻ സാധ്യതയുള്ള താരം മിച്ചൽ സാന്റ്നറാണ്. ജെയിംസ് നീഷം പന്തെറിയാനെത്തിയാലും സഞ്ജു ശ്രദ്ധിക്കണം. മറ്റു ന്യൂസിലാൻഡ് ബോളർമാരെ സഞ്ജു അധികം നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നറിയാൻ പരമ്പരയിലെ ആദ്യ മത്സരം വരെ കാത്തിരിക്കാം. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യ T20 മത്സരം നടക്കുക.